This meditation, ഇന്നത്തെ ധ്യാനത്തിനായി let us turn our Bibles to the Song of Moses. മോശയുടെ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് തിരിയാം. I don't know how many of you know that Moses is a very good singer. മോശ ഒരു നല്ല ഗായകനായിരുന്നു എന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. But indeed Moses knows to sing well and he writes songs. എന്നാൽ യഥാർത്ഥത്തിൽ മോശ ഒരു നല്ല ഗായകനായിരുന്നു, അതുപോലെ തന്നെ അവൻ പാടുകയും ചെയ്തിരുന്നു. Psalm 90 is a song of Moses. സങ്കീർത്തനങ്ങൾ 90-ാമത്തെ സങ്കീർത്തനം മോശയുടെ സങ്കീർത്തനമാണ്. Even Psalm 91 they say it's the Psalm of Moses. സങ്കീർത്തനങ്ങൾ 91-ാം സങ്കീർത്തനവും മോശയുടെ സങ്കീർത്തനമാണെന്ന് കരുതപ്പെടുന്നു. And in Deuteronomy 32 we see the longest song. ആവർത്തനം 32-ൽ നാം ഏറ്റവും ദീർഘമായ പാട്ട് നമ്മുടെ കാണുന്നു. It's a song which Moses taught the children of Israel. ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ച പാട്ടാകുന്നു അത്. So you go to your house and read Deuteronomy 32. നിങ്ങൾ ഭവനത്തിലേക്ക് പോയി ആവർത്തനം 32 വായിക്കുക. And you will know how beautiful is this song. എത്ര മനോഹരമാകുന്നു ആ പാട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. And in that song we are going to study one verse. ആ പാട്ടിൽ നിന്നും ഒരു വാക്യം മാത്രം നാം പഠിക്കും. Deuteronomy chapter 32, let's read verse 31. ആവർത്തനം 32-ന്റെ 31. Okay. So this is the fasting, prayer and sanctification schedule. We will place it next week also. You can see that. ഇത് time. ഉപവാസ പ്രാർത്ഥനയുടെ പട്ടികയാകുന്നു. ഇത് അടുത്ത ആഴ്ച നാം പറയുന്നതായിരിക്കും. Let's go to the verse Psalm 32 verse 31. ആവർത്തന പുസ്തകം 32-ന്റെ 31-ലേക്ക് പോകാം. Please read it in the mic. ഒരിക്കൽ കൂടി അത് വായിക്കുക. അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല, അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ. Glory be to God. ദൈവത്തിന് മഹത്വം. So if you look at this verse, ഈ വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കുന്നുവെങ്കിൽ you can see Moses is mentioning to two types of rock. ഇവിടെ രണ്ട് തരത്തിലുള്ള പാറകളെ കുറിച്ച് മോശ പറഞ്ഞിരിക്കുന്നു. One, he mentions their rock. ഒന്ന് അവരുടെ പാറ. Then he says our rock. രണ്ടാമത്തത് നമ്മുടെ പാറ. Is there any difference in that rock? ആ പാറയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Yeah, their rock is small R and our rock is capital R. അവരുടെ പാറ എന്നത് ചെറിയ ആർ എന്ന അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ നമ്മുടെ പാറ എന്നത് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു. So Moses is comparing the gods of the heathen with our God. ജാതികളുടെ ദൈവവുമായി നമ്മുടെ ദൈവത്തെ മോശ ഇവിടെ താരതമ്യം ചെയ്യുന്നു. See, we as a Christian, we should know what is the difference between all other gods of this world and our God. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ദൈവവും ഈ ലോകത്തിലെ മറ്റുള്ള ദൈവങ്ങളുമായി നാം അപ്രകാരം നാം താരതമ്യം ചെയ്യണം. If we don't know the difference, then it is very difficult for us to tell about this God to all the people of this world. ആ വ്യത്യാസം നാം നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നമ്മുടെ ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. Glory be to God. ദൈവത്തിന് മഹത്വം. So all the other people of this world, all the other religion people, they also claim their God does miracles. ഈ ലോകത്തിലെ മതങ്ങളും ഇപ്രകാരം അവരുടെ ആളുകളും ഇപ്രകാരം അവകാശപ്പെടുന്നു, അവരുടെ ദൈവങ്ങളും അത്ഭുതങ്ങളെ ചെയ്യുന്നു. They all claim that their gods also heals them. അവരുടെ ദൈവം അവരെ സൗഖ്യമാക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. So in what way our God Jesus is different from all other gods? അപ്പോൾ എപ്രകാരമാകുന്നു നമ്മുടെ യേശു മറ്റുള്ള ദൈവങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്? If we don't know this, we cannot go and proclaim the gospel. നമുക്കിത് അറിയുന്നില്ല എങ്കിൽ മറ്റുള്ളവരോട് പോയി സുവിശേഷം ഘോഷിപ്പാൻ നമുക്ക് സാധ്യമല്ല. Glory be to God. ദൈവത്തിന് മഹത്വം. So today the title of my message is this. ഇന്നത്തെ എന്റെ ദൂതിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് 5 things how our God is different from all other gods of this world. ഈ ലോകത്തിലെ എല്ലാ ദൈവങ്ങളിൽ നിന്നും നമ്മുടെ ദൈവം എപ്രകാരം വ്യത്യസ്തമായിരിക്കുന്നു എന്നതിനെ കുറിച്ച് 5 വിഷയങ്ങൾ. Glory be to God. ദൈവത്തിന് മഹത്വം. So here Moses is comparing our God to a rock. ഇവിടെ നമ്മുടെ ദൈവത്തെ ഒരു പാറയായി മോശ താരതമ്യം ചെയ്തിരിക്കുന്നു. നമ്മുടെ ദൈവത്തെ he is comparing God, even our God in all the gods, as a rock. It's a metaphor. നമ്മുടെ എല്ലാ ദൈവങ്ങളെയും പാറയായി മോശ ഉപമിച്ചിരിക്കുന്ന ഒരു ഉപമയാകുന്നു. But he is saying their rock
is not like our rock. അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല. So in what way our rock is different from all other rocks of this world? ഈ ലോകത്തിലെ എല്ലാ പാറകളിൽ നിന്നും നമ്മുടെ പാറ എപ്രകാരം So വ്യത്യസ്തമായിരിക്കുന്നു? that is what we are going to study today. അതാകുന്നു നാം ഇന്ന് പഠിക്കുവാൻ So പോകുന്നത്. the first thing the first difference about our God. നമ്മുടെ ദൈവത്തിലുള്ള ഒന്നാമത്തെ വ്യത്യാസം. Let's turn to 1 Corinthians chapter 10. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് തിരിയാം. Let us read verse 4. 4-ാം വാക്യം വായിക്കാം. And did all drink the same spiritual drink, for they drank of that spiritual rock that followed them, and that rock was Christ. Okay. 1 Corinthians 10:4. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. Okay. Here we see they drank of that spiritual rock that followed them. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്ന് അവർ കുടിച്ചു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. You know, what is the special thing about this rock? എന്താകുന്നു ഈ പാറയെ കുറിച്ചുള്ള പ്രത്യേകമായ കാര്യം? In all other religion, മറ്റുള്ള എല്ലാ മതങ്ങളിലും people follow their God. അവരുടെ ദൈവത്തെ അവർ അനുഗമിക്കുന്നു. But in Christianity, എന്നാൽ ക്രിസ്ത്യൻ മതത്തിൽ what happens? എന്താകുന്നു സംഭവിക്കുന്നത്? God follows us. ദൈവം നമ്മെ പിൻഗമിക്കുന്നു. Hallelujah. You go to any religion, ഏതൊരു മതവും എടുത്തു people will be going after their gods. ജനങ്ങൾ ദൈവത്തിന്റെ പിന്നാലെ പോകുന്നു. But it's only in Christianity God comes after fallen man. എന്നാൽ ക്രിസ്ത്യാനിത്വത്തിൽ മാത്രമേ വീണുപോയ മനുഷ്യന്റെ പുറകെ ദൈവം വരുന്നുള്ളൂ. What happened in the Garden of Eden? എന്താകുന്നു ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്? Did Adam went after God or God came after Adam? ആദാം ദൈവത്തിന്റെ പുറകെ പോവുകയാണോ അതോ ആദാമിന്റെ പുറകെ ദൈവം വരികയാണോ ചെയ്തത്? God came after Adam. ദൈവം ആദാമിന്റെ പുറകെ വരുന്നു. You see, we all are born as God haters. നാം എല്ലാവരും ദൈവത്തെ വെറുക്കുന്നവരായി ജനിച്ചവരാണ്. Please understand that by nature every human being is a God hater. പ്രകൃത്യ എല്ലാവരും ദൈവത്തെ വെറുക്കുന്നവരായി കാണപ്പെടുന്നു. So, you know, right from the birth we all are going away from God. ജനനം മുതൽ തന്നെ നാം എല്ലാവരും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. So what God has to do? എന്താകുന്നു ദൈവം ചെയ്യേണ്ടത്? He starts coming after us. നമുക്ക് പുറകെ ദൈവം കടന്നു He വരുന്നു. started running after us. നമുക്ക് പുറകെ അവൻ ഓടി വരുന്നു. There is a man who wrote a poem. ഒരു വ്യക്തി ഇപ്രകാരം ഒരു കവിത എഴുതി. He said, the hound which let me not go. The hound is a hunting dog. ഒരു വേട്ടപ്പട്ടിയുടെ പുറകെ ഓടുന്ന he compared God as a hound. ഒരു ദൈവത്തെ ഒരു വേട്ടപ്പട്ടിയോട് താരതമ്യം ചെയ്തിരിക്കുന്നു. God comes after us though we want to go away from him. ദൈവത്തിൽ നിന്ന് നാം അകന്ന് പോകുന്നുവെങ്കിലും ദൈവം നമ്മുടെ പുറകെ വരുവാൻ ആഗ്രഹിക്കുന്നു. I don't know how many of you would have ever felt it in your life. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേർക്ക് അത് അനുഭവഭേദ്യമായിട്ടുണ്ടെന്ന് അറിയില്ല. In every one of our life, whenever we were going away from God, whenever we are drifting away from faith, from the fellowship, God comes in different ways and he calls us back to him. നാം എപ്പോഴെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ, ഈ വിശ്വാസത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും തെന്നി മാറിയിട്ടുണ്ടോ, ദൈവം പല രീതിയിൽ നമ്മെ അടുത്തു വന്ന് നമ്മെ തിരികെ വിളിക്കുന്നതായി നമുക്ക് കാണാം. We think that we are loving God. പലപ്പോഴും നമുക്ക് തോന്നുന്നു നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നാകുന്നു. But if you read in 1 John 4:19, 1 യോഹന്നാൻ 4:19 നാം നോക്കുമ്പോൾ John says, യോഹന്നാൻ ഇവിടെ പറയുന്നു, we love him നാം അവനെ സ്നേഹിക്കുന്നു because he first loved us. കാരണം അവൻ ആദ്യമേ നമ്മെ സ്നേഹിച്ചു. So he is the one who first loved us and who came after us to get us for him. അവനാകുന്നു ആദ്യം നമ്മെ സ്നേഹിച്ച് നമ്മുടെ പുറകെ വന്ന് നമുക്ക് വേണ്ടി അവന് വേണ്ടി നമ്മെ വേർതിരിച്ചത്. Glory be to God. ദൈവത്തിന് സ്തോത്രം. You know, I really hate cats. I love dogs. എനിക്ക് നായകളെ ഇഷ്ടമാണ്, എന്നാൽ പൂച്ചകളെ ഇഷ്ടമല്ല. When I was in one of a faith home in Shillong, ഞാൻ ഷില്ലോങ്ങിൽ ഒരു വിശ്വാസ ഭവനത്തിലായിരുന്നപ്പോൾ there is this cat which always comes after me. എപ്പോഴും ഒരു പൂച്ച എന്റെ പുറകെ വരുമായിരുന്നു. So I hate this cat. So what I used to do is I used to pour cold water upon the cat. എനിക്ക് ഈ പൂച്ചയെ ഇഷ്ടമല്ല, അതിനാൽ ഞാൻ അതിന്റെ മേൽ തണുത്ത വെള്ളം ഒഴിക്കുമായിരുന്നു. So cat never likes water, especially cold water. പൂച്ചകൾക്ക് വെള്ളം
തണുത്ത വെള്ളം പ്രത്യേകിച്ച് ഇഷ്ടമല്ല. So every time I throw it, it will run away. അത് ഞാൻ അതിന്റെ മേൽ ഒഴിക്കുമ്പോൾ അത് ഓടിപ്പോകും. But what will happen the next day? It will again come after me. എന്നാൽ പിറ്റേ ദിവസം അത് പിന്നെയും എന്റെ അടുക്കൽ So വരും. I was just thinking, this cat don't have brain. ഈ പൂച്ചയ്ക്ക് ബോധമില്ലേ? Every time I'm putting water upon it so that it will not come after me, but still it's coming after me. അത് എപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നത് അതെന്റെ അടുക്കൽ വരാതിരിക്കുവാനാകുന്നു, അത് പിന്നെയും എന്റെ അടുക്കൽ വരുന്നു. Suddenly I heard a voice within me. പെട്ടെന്ന് ഒരു വാക്യം എന്റെ ഒരു ശബ്ദം എന്റെ ഉള്ളിൽ ഞാൻ കേട്ടു. It said, I am also coming after you like that, even though you hurt me every now and then. എപ്പോഴും നീ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഞാൻ എപ്പോഴും Even though you are hurting me. നീ എന്നെ വേദനിപ്പിക്കുന്നുവെങ്കിലും ഞാൻ നിന്റെ പുറകെ വന്നുകൊണ്ടേയിരിക്കുന്നു. See how beautiful is God. എത്ര മനോഹരമാകുന്നു നമ്മുടെ ദൈവം. He loves to come after us. നമുക്ക് പുറകെ വരുവാൻ അവൻ ഇഷ്ടപ്പെടുന്നു. Jesus said, my sheep hear my voice and they follow me. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്നു എന്ന് യേശു പറഞ്ഞു. But there are times we disobey his voice. എന്നാൽ പലപ്പോഴും അവന്റെ ശബ്ദത്തെ നാം We അനുസരിക്കാതിരുന്നു. go astray and we get lost. നാം പിന്മാറിപ്പോയി, നാം വ്യർത്ഥമായി തീർന്നു. But still, as a good shepherd, he is coming after us and coming in search of us. എന്നാൽ നല്ല ഇടയനായി അവൻ നമ്മെ തേടി നമുക്ക് പുറകെ വരുന്നു. How beautiful is our God. നമ്മുടെ ദൈവം എത്ര How മനോഹരമാകുന്നു, wonderful is he. എത്ര Just അതിശയകരമാകുന്നു. think about your life. അവൻ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് When you were far away from God. ദൈവത്തിൽ നിന്നും നിങ്ങൾ അകലെ When you really ആയിരുന്നപ്പോൾ, felt you don't wanted this God. ഈ ദൈവത്തെ ആവശ്യമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചപ്പോൾ, How he came after you in various ways. പല വിധത്തിൽ നിങ്ങളുടെ പുറകെ അവൻ വന്നു. He came after you through servants of God. കർത്തൃ ശുശ്രൂഷകരിലൂടെ അവൻ നിങ്ങളിലേക്ക് വന്നു. He came after you through some believers. ചില വിശ്വാസികളിലൂടെ അവൻ നിങ്ങളിലേക്ക് He വന്നു. came after you through some messages. ചില ദൂതുകളിലൂടെ അവൻ നിങ്ങളിലേക്ക് വന്നു. Somehow he wanted you to be with him. എങ്ങനെയെങ്കിലും നിങ്ങളെ അവനോട് അടുപ്പിക്കേണ്ടതിനായി. That's our God. അതാകുന്നു നമ്മുടെ ദൈവം. That's our God. അതാകുന്നു നമ്മുടെ ദൈവം. So many times I was sitting back and thinking about this Peter. പലപ്പോഴും ഞാൻ ഈ പത്രോസിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. I know God could have kicked this fellow and he could have made another Peter. ഈ പത്രോസിനെ തൊഴിച്ചു മാറ്റി മറ്റൊരു പത്രോസിനെ ദൈവത്തിന് സൃഷ്ടിക്കാമായിരുന്നു. No. He said, I want that Peter only. എനിക്ക് ആ പത്രോസിനെ ആകുന്നു He വേണ്ടത്. came after him even though he denied and went away from God. പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞ് ദൂരെ പോയെങ്കിലും പത്രോസിന്റെ പുറകെ ദൈവം വന്നു. I was listening to Pastor Don's message. പാസ്റ്റർ ഡോണിന്റെ ദൂത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. He was preaching about Peter. പത്രോസിനെ കുറിച്ചാകുന്നു താൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. He said, Peter backslidden. പത്രോസ് പിന്മാറിപ്പോയി. And Jesus went after him. യേശു അവന് പുറകെ പോയി. He said, thank God Jesus was not a TPM pastor. താൻ ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവമേ നന്ദി, യേശു ഒരു TPM പാസ്റ്റർ ആകാതിരുന്നതിൽ. എന്തുകൊണ്ട്? Otherwise he would have said 6 months no communion. 6 മാസത്തേക്ക് തിരുവത്താഴമില്ല. 6 months no testimony. 6 മാസത്തേക്ക് സാക്ഷ്യമില്ല. 6 months no visiting. 6 മാസത്തേക്ക് ഞങ്ങൾ നിങ്ങളെ കാണാൻ വരികയില്ല. Jesus was not like that. യേശു അപ്രകാരമായിരുന്നില്ല. Because he is Jesus. കാരണം അവൻ യേശു He ആകുന്നു. went after him. അവന് പുറകെ പത്രോസിന് പുറകെ പോയി. Peter, do you love me? പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? Peter, do you love me? പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? Imagine that God's നിങ്ങൾ love. ആ ദൈവത്തിന്റെ സ്നേഹത്തെ In ചിന്തിച്ചു all the നോക്കുക. other religion, when people are going after their gods, oh, we have a God who comes after us as a crazy being. മറ്റുള്ള എല്ലാ മതങ്ങളിലും ജനങ്ങൾ ദൈവത്തിന്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ പുറകെ ഭ്രാന്തമായി നമ്മുടെ പുറകെ വരുന്ന You ദൈവം. really don't understand what happened in John 21. യോഹന്നാൻ 21 എന്താകുന്നു സംഭവിച്ചത്? Whenever I feel down, I used to go through this chapter and I'll be in tears. ചിലപ്പോൾ ഞാൻ മനസ്സിൽ വളരെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഈ അധ്യായം വായിച്ച് കരയാറുണ്ട്. I don't have time, I'll quickly tell it. എനിക്ക് സമയമില്ല, പെട്ടെന്ന് തന്നെ ഞാനത് പറയാം. Jesus was coming there and asking all the disciples, do you have anything to eat? യേശുവോട് കടന്നു വന്ന ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് കഴിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ? And whole day they were fishing, they didn't get anything. ആ മുഴു ദിവസവും അവർ വലവീശിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്നാൽ അവർക്കൊന്നും കിട്ടിയില്ല. If you look at verse 9, 9-ാം വാക്യത്തിൽ നോക്കുന്നുവെങ്കിൽ, കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നത് അപ്പവും കണ്ടു. Now who prepared this? ആരാകുന്നു ഇത് തയ്യാറാക്കിയത്? Jesus already prepared food for them, knowing they are hungry. അവർ വിശന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് യേശു അവർക്ക് വേണ്ടി Now, ഭക്ഷണം can you ഒരുക്കി. imagine? Jesus is a wonderful cook. യേശു ഒരു വളരെ നല്ല
ഭക്ഷണം പാചകം Before the ചെയ്യുന്ന disciples come to the shore, he was there and he was giving fire and putting the bread and putting that fish upon that, and he is preparing food for them. അവർ കടന്നു വരുന്നതിന് മുൻപ് തന്നെ അവർക്ക് വേണ്ടി അപ്പവും മീനും യേശു ഒരുക്കി വെച്ചു. Look at verse 15. 15-ാം വാക്യം നോക്കുക. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട് Now just imagine, Jesus did not even interfere when Peter is eating. പത്രോസ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു തടസ്സപ്പെടുത്തിയില്ല. Peter is very hungry, having food. കാരണം പത്രോസ് അത്ര വിശന്നിരുന്നു. അവൻ After he finished, അത് കഴിഞ്ഞതിന് ശേഷം Jesus said, Peter, യേശു പത്രോസിനോട് ചോദിക്കുന്നു, Peter, പത്രോസേ, do you love me? നീ എന്നെ സ്നേഹിക്കുന്നുവോ? Just imagine this God. ഈ ദൈവത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. Oh, when every God demands people to do something for them, here is a God who does everything for you and invites you to come to him. But we say, no, I don't have time. മറ്റുള്ള ദൈവങ്ങൾ ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യപ്പെടുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ ദൈവം ഇപ്രകാരം ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, എന്നാൽ നാം പറയുന്നു എനിക്ക് സമയമില്ല. You just come to me and we are not coming to him. നാം എന്റെ അടുക്കിലേക്ക് വരിക, എന്നാൽ നാം അവന്റെ അടുക്കിലേക്ക് പോകുന്നില്ല. Let's take few minutes to stand and turn back and see him and say, Jesus, I love you. ചില നിമിഷങ്ങൾ നാം തിരിഞ്ഞു നോക്കി ദൈവത്തോട് പറയുക, ദൈവമേ ഞാൻ അങ്ങയെ He is സ്നേഹിക്കുന്നു. coming after you in every meeting. എല്ലാ കൂട്ടങ്ങളിലും അവൻ നിന്റെ പുറകെ He is വരുന്നു. coming after you in various ways. പല വിധങ്ങളിൽ അവൻ നിന്റെ പുറകെ വരുന്നു. Oh, that God may help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. Let us all close our eyes. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ That അടയ്ക്കാം. as he is following us, അവൻ നമ്മെ പിന്തുടരുമ്പോൾ it's time for us to turn back and follow him. നാം പിന്തിരിഞ്ഞു നിന്ന് അവനെ പിന്തുടരേണ്ട Oh, സമയമാകുന്നു. God may help us to let us all praise God. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. For their rock is not as our rock. അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല. Even our enemies know that. നമ്മുടെ ശത്രുക്കൾ പോലും അതറിയുന്നു. So what is the first difference between all other gods and our God? മറ്റുള്ള എല്ലാ ദൈവങ്ങളും നമ്മുടെ ദൈവവും തമ്മിലുള്ള വ്യത്യാസം എന്താകുന്നു? What is that? Our God follows us. നമ്മുടെ ദൈവം നമ്മെ പിന്തുടരുന്നു. Now what is the second thing our rock do to us? നമ്മുടെ പാറ രണ്ടാമത് ചെയ്യുന്ന കാര്യം എന്താകുന്നു? Let's turn with me to 2 Samuel chapter 20. Okay, let's read this in Deuteronomy chapter 32. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ Let us read verse 18. 18-ാം വാക്യം വായിക്കാം. നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ച് നിന്നെ ഉൽപ്പാദിപ്പിച്ച ദൈവത്തെ മറന്നു കളഞ്ഞു. Okay. Of the rock that begat thee, thou art. So here is a rock which begets you. ഇവിടെ ഒരു പാറ വിസ്മരിച്ചു കളയുന്ന ഒരു പാറയെ കുറിച്ച് കാണുന്നു. Glory be to God. ദൈവത്തിന് മഹത്വം. Now what, if you see all the gods of this world, ഈ ലോകത്തിലെ ദൈവങ്ങളെ നാം നോക്കുന്നുവെങ്കിൽ they made their gods. അവർ അവരുടെ ദൈവത്തെ അറിയുന്നു. But we have a God who made us. എന്നാൽ നമ്മുടെ ദൈവം നമ്മെ സൃഷ്ടിച്ച He ദൈവമാകുന്നു. not just made us, അവൻ നമ്മെ സൃഷ്ടിക്കുക He മാത്രമല്ല, is giving us a rebirth. അവൻ നമുക്ക് പുനർജനനവും നൽകുന്നു. He is giving us the born again experience. അവൻ നമുക്ക് വീണ്ടും ജനനത്തിന്റെ അനുഭവം നൽകുന്നു. Glory be to God. ദൈവത്തിന് മഹത്വം. Now this can happen only through Jesus Christ. ഇത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ Jesus സാധ്യമാവുകയുള്ളൂ. said in John chapter 3 verse 3, യോഹന്നാൻ 3:3 യേശു പ്രകാരം except പറയുകയുണ്ടായി, you be born again, you cannot see the kingdom of God. വീണ്ടും ജനനം പ്രാപിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾ കടക്കുകയില്ല. Now this rock alone can beget children. ഈ പാറയ്ക്ക് മാത്രമേ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. This rock alone can give birth to children like you and me. നിങ്ങളെയും എന്നെയും പോലെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുവാൻ ഈ പാറയ്ക്ക് മാത്രമേ It is because കഴിയുകയുള്ളൂ. of this Jesus you and I are here today. ഈ യേശു മൂലമാകുന്നു ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. Glory be to God. ദൈവത്തിന് മഹത്വം. When Jesus was hanging on the cross, യേശു ക്രൂശിൽ തൂങ്ങിയിരിക്കുമ്പോൾ, when Jesus was hanging there on the cross, it is through that death of Calvary you and I got a rebirth. ഈ യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശിലെ മരണത്തിലൂടെ ആകുന്നു എനിക്കും നിങ്ങൾക്കും വീണ്ടും ജനനം ലഭിച്ചത്. Glory be to God. ദൈവത്തിന് മഹത്വം. One pastor said like this, ഒരു പാസ്റ്റർ പ്രകാരം when പറയുകയുണ്ടായി, Adam was sleeping, having a deep sleep, ആദം ഗാഢനിദ്രയിലായിരുന്നപ്പോൾ God took the rib and made the Eve. ദൈവം അവന്റെ വാരിയെല്ലെടുത്ത് ഹവ്വയെ In ഉണ്ടാക്കി. the same way, when Jesus was going through a deep sleep on the cross, you and I were made out of him. യേശു ക്രിസ്തു ആ
ക്രൂശിൽ ആ ഗാഠനിദ്രയിൽ ആയിരുന്നപ്പോൾ എന്നെയും നിങ്ങളെയും It ഉണ്ടാക്കി. is because of his death we are born again. അവന്റെ മരണത്തിലൂടെ നാം വീണ്ടും If ജനിച്ചിരിക്കുന്നു. you would have never tasted the cross of Calvary, then you have never tasted this rebirth experience. നിങ്ങൾ കാൽവറി ക്രൂശിനെ രുചിച്ചിട്ടില്ല എങ്കിൽ ഈ വീണ്ടും ജനനത്തെ നിങ്ങൾ രുചിച്ചിട്ടില്ല. Now what is the sign that you are born again? നിങ്ങൾ വീണ്ടും ജനിച്ചു എന്നുള്ളതിന്റെ അടയാളം എന്താകുന്നു? I used to say this all the time. എപ്പോഴും ഞാനിത് പറയാറുണ്ട്. You know, every human being when they are born, their desire is always towards sin. ഒരു മനുഷ്യ വ്യക്തി ജനിക്കുമ്പോൾ അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് പാപത്തോടാകുന്നു. And if you just imagine that, think about a man who is going on the road. റോഡിൽ കൂടെ പോകുന്ന ഒരു വ്യക്തി, You just call him, can you please come and sit inside for 2 hours? നിങ്ങൾ ഇവിടെ കടന്നു വന്ന് 2 മണിക്കൂർ ഇവിടെ ഇരിക്കാമോ എന്ന് ചോദിച്ചാൽ, I will give you some snacks. ഞാൻ നിങ്ങൾക്ക് ലഘുഭക്ഷണം തരാം. Will he come? അവൻ വരുമോ? No. Even if he comes and sits, he will not be comfortable. അവൻ വരികയില്ല. വന്നിരുന്നാൽ തന്നെ അവന് അത് സുഖപ്രദമായി തോന്നുകയുമില്ല. He hates this place. കാരണം ഒന്നാമത് അവൻ ഈ സ്ഥലത്തെ വെറുക്കുന്നു. If you tell him to take him to a movie theater and give him a free ticket, he will be happy to go and sit there. എന്നാൽ അതേ സമയം ഒരു സിനിമാ തിയേറ്ററിൽ കൊണ്ടുപോയി അതിന്റെ സിനിമാ ടിക്കറ്റ് അവന് കൊടുക്കുന്നുവെങ്കിൽ അവൻ വളരെ That is a സന്തോഷവാനായിരിക്കും. man who is not born again. അതാകുന്നു വീണ്ടും ജനിക്കാത്ത ഒരു Now, വ്യക്തിയുടെ if അനുഭവം. your joy is in the playground, നിങ്ങളുടെ സന്തോഷം ആ കളിക്കുന്ന if സ്ഥലത്താകുന്നുവെങ്കിൽ, your joy is in the movie theater, നിങ്ങളുടെ സന്തോഷം സിനിമാ if your തിയേറ്ററിലാകുന്നുവെങ്കിൽ, joy is in Netflix and in Facebook, നിങ്ങളുടെ സന്തോഷം നെറ്റ്ഫ്ലിക്സിലും ഫേസ്ബുക്കിലും ആകുന്നുവെങ്കിൽ, actually you are not saved. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയട്ടെ. not saved. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. But if your joy is in the Lord, എന്നാൽ നിങ്ങളുടെ സന്തോഷം if ദൈവത്തിലാകുന്നുവെങ്കിൽ, your joy is in reading Bible, നിങ്ങളുടെ സന്തോഷം വേദപുസ്തകം if your joy is വായിക്കുന്നതിലാകുന്നുവെങ്കിൽ, in coming to the church, നിങ്ങളുടെ സന്തോഷം സഭയിലേക്ക് കടന്നു if your joy is വരുന്നതിലാകുന്നുവെങ്കിൽ, having fellowship with one another, മറ്റുള്ളവരോട് കൂട്ടായ്മയാകുന്നു നിങ്ങളുടെ സന്തോഷമെങ്കിൽ, then you can be sure that you are born again. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. So what I hated before, I started to love after I got saved. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം മുൻപ് വെറുത്തിരുന്നതിനെ ഇപ്പോൾ ഇഷ്ടപ്പെടുവാൻ തുടങ്ങിയിരിക്കുന്നു. And what I loved before, I started to hate it right now. മുൻപ് ഞാൻ സ്നേഹിച്ചിരുന്നതിനെ ഇപ്പോൾ ഞാൻ വെറുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. I love drinking. ഞാൻ മുൻപ് മദ്യപാനം ഇഷ്ടപ്പെട്ടിരുന്നു. But if you come and keep whatever in front of me now, I don't like it. I abhor it. എന്നാൽ ഇപ്പോൾ നിങ്ങൾ എന്റെ മുൻപിൽ ഏത് കുപ്പികൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതിനെ വെറുക്കുന്നു. Because that born again experience. കാരണം അതാകുന്നു വീണ്ടും ജനനത്തിന്റെ It അനുഭവം. will change a person. അത് ഒരു വ്യക്തിയെ മുഴുവനുമായി മാറ്റുന്നു. And this can happen only through this rock. അത് ഈ പാറയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. This happened only through the rock. ഇത് ഈ പാറയിലൂടെ മാത്രമേ There സാധിക്കുകയുള്ളൂ. are murderers whom the Lord has changed to be ministers of God. ദൈവത്തിന്റെ ശുശ്രൂഷകരായി മാറ്റിയ കൊലയാളികളുണ്ട്. There are adulterers who have become administrators of God. ദൈവത്തിന്റെ ആലയത്തിൽ വിചാരകരായി തീർന്ന വ്യഭിചാരികളുണ്ട്. No, God can change anyone to be anyone. ദൈവത്തിന് ആരെയും ആരുമാക്കി മാറ്റുവാൻ സാധിക്കും. Oh, that's who our God is. അതാകുന്നു നമ്മുടെ ദൈവം. Oh, for having such a God who gives birth to us with grateful heart shall we all praise God. നമുക്ക് വീണ്ടും ജനനം നൽകിയ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. Praise the Lord. 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 Our rock begets us. നമ്മുടെ ദൈവം നമ്മെ ഉൽപ്പാദിപ്പിക്കുന്നു. When all the other gods are being begotten by their own people, here is a God who begets you and me. മറ്റുള്ള എല്ലാ ദൈവങ്ങളും അവരുടെ ജനങ്ങളാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ ഉൽപ്പാദിപ്പിച്ചു. Glory be to God. ദൈവത്തിന് മഹത്വം. So what is the first difference between all other gods and our God? മറ്റുള്ള ദൈവങ്ങളും നമ്മുടെ ദൈവവുമായുള്ള ആദ്യത്തെ വ്യത്യാസം എന്താകുന്നു? Our God follows us. നമ്മുടെ ദൈവം നമ്മെ പിന്തുടരുന്നു. Number 2, രണ്ടാമത്തത്, our God begets us. നമ്മുടെ ദൈവം നമ്മെ ഉൽപ്പാദിപ്പിച്ചു. Number 3, മൂന്നാമത്തത്, turn with me to 2 Samuel chapter 23. 2 ശമൂവേൽ 23 തിരിയാം. Let us read verse 3. മൂന്നാം വാക്യം. The God of Israel said, the rock of Israel, speak to me. Okay, enough. ഇസ്രായേലിന്റെ ദൈവം കൽപ്പിച്ചു, ഇസ്രായേലിൻ പാറ എന്നോട് അരുളി ചെയ്തു. Okay, now what is the third thing this rock does? ഈ പാറ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം എന്താകുന്നു?
He speaks to us. അവൻ നമ്മോട് Now just സംസാരിക്കുന്നു. imagine, in all the other religion, മറ്റുള്ള എല്ലാ മതങ്ങളിലും people are speaking to their gods. ജനങ്ങൾ അവരുടെ ദൈവത്തോട് But സംസാരിക്കുന്നു. here is a God who comes and speaks to us. എന്നാൽ ഇവിടെ ദൈവം നമ്മോട് വന്ന് നമ്മോട് സംസാരിക്കുന്നു. He loves speaking to his children. തന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാൻ അവൻ ഇഷ്ടപ്പെടുന്നു. He delights in speaking to each and every one of us. നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുവാൻ അവൻ സന്തോഷിക്കുന്നു. Now, when is the last time you heard the voice of God? എന്നാൽ അവസാനമായി നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടത് എന്നാകുന്നു? You know, God does not just speak through audible voice. വ്യക്തമായ ശബ്ദത്തിലൂടെ ദൈവം എപ്പോഴും സംസാരിക്കണമെന്നില്ല. God can speak to us in so many ways. പല വിധത്തിൽ ദൈവത്തിന് നമ്മോട് സംസാരിപ്പാൻ കഴിയും. You know, God speaks to us through prophecies. പ്രവചനങ്ങളിലൂടെ ദൈവം നമ്മോട് He സംസാരിക്കുന്നു. speaks to us through visions. ദർശനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുന്നു. There are 10,000 ways, maybe. ദൈവത്തിന് സംസാരിക്കാൻ 10,000 വഴികളുണ്ട്. But you know, God can speak to us through any number of through any means. ഏത് മാധ്യമത്തിലൂടെയും ദൈവത്തിന് നമ്മോട് സംസാരിക്കാം. Now, if you take a clock, നിങ്ങളൊരു വാച്ച് എടുക്കുന്നുവെങ്കിൽ does the clock has a mouth? ഘടികാരത്തിന് ഒരു വായുണ്ടോ? No, but it speaks or not? അത് സംസാരിക്കുന്നോ ഇല്ലയോ? Yes. In the same way, അതേ രീതിയിൽ it's not necessary that God should speak to you through audible voice. വ്യക്തമായ ശബ്ദത്തിലൂടെ നിങ്ങളോട് സംസാരിക്കണം, ദൈവത്തിന് സംസാരിക്കണമെന്നില്ല. He can speak to you through any ways. ഏത് തരത്തിലൂടെയും നിങ്ങളോട് സംസാരിക്കാം. There was a very notorious girl. ഒരു കുപ്രസിദ്ധയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. So one day she was sitting in her house. ഒരു ദിവസം തന്റെ വീട്ടിൽ താൻ ഇരിക്കുകയായിരുന്നു. Suddenly the power went off. പെട്ടെന്ന് കറണ്ട് പോയി. So what she did, she lit a candle. താൻ ഒരു മെഴുകുതിരി കത്തിച്ചു. And she was sitting near that candle. അവിടെ ആ മെഴുകുതിരിക്ക് അടുത്തിരിക്കുകയായിരുന്നു. And she was seeing a small ant was trying to climb up the candle towards the flame. ആ മെഴുകുതിരിയുടെ ജ്വാലയുടെ അടുത്തേക്ക് ഒരു ഉറുമ്പ് പോകുവാൻ ശ്രമിക്കുന്നത് അവൾ കണ്ടു. She wanted to save that ant. ആ ഉറുമ്പിനെ അവൾ രക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. But something within her said, wait and watch. എന്നാൽ എന്തോ തന്റെ ഉള്ളിൽ പറയുന്നതായി തോന്നി, കാത്തിരുന്ന് കാണുക. So she was waiting. താൻ കാത്തിരുന്നു. As the ant was climbing up and up near the flame, ആ ജ്വാലയോട് ആ ഉറുമ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ suddenly a wax melt from the candle and came, and the ant is dead. പെട്ടെന്ന് തന്നെ ആ മെഴുക് ഉരുകി അതിന്റെ ഉറുമ്പിന്റെ മുകളിൽ വീഴുകയും അതും ചത്തുപോവുകയും ചെയ്തു. And she heard a voice within her. തന്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം ഇപ്രകാരം കേട്ടു. This is what will happen if you go to the place where you are not supposed to go. പോകരുതാത്ത ഇടത്തേക്ക് നീ പോയാൽ ഇതാകുന്നു സംഭവിക്കുവാൻ പോകുന്നത്. And that girl started crying. ആ പെൺകുട്ടി കരയുവാൻ തുടങ്ങി. She started repenting. താൻ പശ്ചാത്തപിക്കുവാൻ തുടങ്ങി. God speaks to us through multiple ways. പല രീതിയിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. But is your ears are tuned to hear that? എന്നാൽ നിങ്ങളുടെ കാത് അത് കേൾക്കുവാനായി കൂർപ്പിച്ചിരിക്കുന്നുവോ? We put Hindi translation in this frequency. ഇവിടെ നാം ഈ ഹിന്ദി പരിഭാഷ ഈ ഫ്രീക്വൻസിയിലൂടെ നാം കൊടുക്കുന്നു. If you don't come to that frequency, you cannot hear that. ആ തരംഗത്തിലേക്ക് നിങ്ങൾ വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അത് കേൾക്കുവാൻ സാധ്യമല്ല. In the same way, your heart and my heart should be tuned to the frequency of God. അതേ രീതിയിൽ എന്റെ ഹൃദയവും നിങ്ങളുടെ ഹൃദയവും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായി ആ തരംഗത്തിലേക്ക് നാം ചെല്ലണം. There was a little girl. ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടായിരുന്നു. She was not able to pass urine for so many days. വളരെ നാളുകളായി അവൾക്ക് മൂത്രമൊഴിക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. No, it was a miracle how she was surviving. എപ്രകാരം അവൾ അതിജീവിച്ചു എന്നത് ഒരു അത്ഭുതമാകുന്നു. So one day I met her and I asked her, do you want me to pray for you anything? ഒരു ദിവസം ഞാൻ അവളെ കണ്ടപ്പോൾ ഇപ്രകാരം ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥിക്കണമോ? She said, please pray that I have this problem. എനിക്ക് ഈ പ്രശ്നമുള്ളതിനെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. So if I am thirsty, I cannot drink water. I have to just lick the water. ഞാൻ ദാഹിക്കുന്നുവെങ്കിൽ എനിക്ക് കുടിക്കുവാൻ സാധ്യമല്ല, ഞാൻ ആ വെള്ളം നക്കുക മാത്രമാണ്. If I drink, then I will have pain. I cannot able to pass urine. I will cry when I'm in my toilet. കാരണം ഞാൻ വെള്ളം കുടിക്കുന്നുവെങ്കിൽ എനിക്ക് മൂത്രമൊഴിക്കണം, അതിനെനിക്ക് സാധിക്കുകയില്ല, അതിന്റെ വേദന മൂലം ഞാൻ കരയുകയാകുന്നു. I felt very pity for this girl. എനിക്ക് ആ പെൺകുട്ടിയോട് വളരെ അനുകമ്പ തോന്നി. I decided, okay, I have to take fasting and pray. ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. So I took തോന്നി. fasting and I prayed for this girl. ഞാൻ ഉപവാസം എടുത്ത് ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Like every day I skipped a meal and
I was praying for her at least an hour. ഓരോ ദിവസവും ഭക്ഷണം വെടിഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂറോളം ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. After 7 days, 7 ദിവസത്തിന് I ശേഷം wanted to know how this girl is. എപ്രകാരമാകുന്നു ഈ പെൺകുട്ടി എന്ന് അറിയണമെന്ന് എനിക്ക് So I ആഗ്രഹമുണ്ടായി. took one of our believers, I asked her phone and we dialed that number and I wanted to speak to that girl how she is. ഒരു വിശ്വാസിയുടെ ഫോൺ എടുത്ത് ആ പെൺകുട്ടിയുമായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. So she was very, very young. She was in her class 4 or 5 at that time. പെൺകുട്ടി 4ലോ 5ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാകുന്നു. So I called their parents. അവരുടെ മാതാപിതാക്കളെ ഞാൻ വിളിച്ചു. Her house is in a bit hilly area. അതൊരു ഒരു കുന്നിൻ മുകളിലാകുന്നു So when അവരുടെ I was വീട്. trying to reach, ഞാൻ അവരെ വിളിക്കുവാൻ ശ്രമിക്കുമ്പോൾ the number you are trying to reach is not reachable. അവിടെ അവരെ ബന്ധപ്പെടുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. So I was praying to God, God, please, I want to speak and ask how this girl is. Please help me. ദൈവമേ എന്നെ സഹായിക്കണമേ, ഈ പെൺകുട്ടി എപ്രകാരം ഇരിക്കുന്നു എന്ന് എനിക്ക് ചോദിച്ചറിയണം. Please God, let it get connected. ദൈവമേ ഇവിടെ ബന്ധപ്പെടുവാൻ And again സാധിക്കണം. I dialed, it's not reachable. പിന്നെയും ഞാൻ വിളിച്ചു, എന്നാൽ ബന്ധപ്പെടുവാൻ God, സാധിച്ചില്ല. please, do you have a heart? ദൈവമേ നിനക്കൊരു ഹൃദയമില്ലേ? I'm not just going to speak anything. I just want to ask that girl how she is. ഞാൻ മറ്റൊന്നും ചോദിക്കുവാൻ പോകുന്നില്ല, ഈ പെൺകുട്ടി എപ്രകാരം ഇരിക്കുന്നു അത് Again I മാത്രം. dial. പിന്നെയും ഞാൻ ഡയൽ ചെയ്തു, It's not reachable. അത് ബന്ധപ്പെടുവാൻ I സാധിച്ചില്ല. got so upset with God. എനിക്ക് ദൈവത്തോട് വളരെയധികം കോപം തോന്നി. At that time I heard a voice. ആ സമയത്ത് ഞാനൊരു ശബ്ദം കേട്ടു. Do you know how many times I try to reach you and you are not reachable? എത്ര പ്രാവശ്യം ഞാൻ നിന്നെ ബന്ധപ്പെടുവാൻ ശ്രമിച്ചു, എന്നാൽ നീ ബന്ധപ്പെടുന്നതിന് പരിധിക്കപ്പുറത്തായിരുന്നു. Literally that day I was like, God, I'm sorry. ആ ദിവസം യഥാർത്ഥമായി ഞാൻ പറഞ്ഞു, ദൈവമേ എന്നോട് Here is a God ക്ഷമിക്കണമേ. who loves to speak to his people, but we are not giving heed to him. ഇവിടെ ഒരു ദൈവം നമ്മോട് സംസാരിക്കുവാൻ ശ്രമിക്കുന്നു, എന്നാൽ നാം അവന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നില്ല. Every day he is willing to speak to you when you open your Bible, but you are not opening your Bible every day. ഓരോ ദിവസവും നിങ്ങൾ വേദപുസ്തകം തുറക്കുമ്പോൾ അവൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നിങ്ങൾ വേദപുസ്തകം തുറക്കുന്നില്ല. Every day he is waiting to speak to you through a Bible study, through a chatting meeting, but you are not coming for that. ഓരോ ദിവസവും ഒരു കാത്തിരിപ്പ് യോഗത്തിലൂടെ വേദപഠനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ നിങ്ങൾ അതിന് വരുവാൻ തയ്യാറല്ല. It's a God who loves to speak to his people. തന്റെ ജനത്തോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം. See, every time when you are going through a problem, remember that God is trying to tell you something. ഓരോ പ്രാവശ്യം നിങ്ങൾ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, ദൈവം നിങ്ങളോട് എന്തോ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. You turn with me to 2 Samuel chapter 21. 2 ശമൂവേൽ 21 നാം വരുമ്പോൾ, And if you read verse 1, ഒന്നാം വാക്യം, 2 Samuel 21 verse 1. 2 ശമൂവേൽ 21:1. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളിപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബിയോരിയുടെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗ്രഹം നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. Okay. Then there was a famine in the days of David 3 years, year after year. And David inquired of the Lord. Now listen carefully. ഇവിടെ The first year the famine came. ഒന്നാമത്തെ വർഷം ക്ഷാമം വന്നു. David thought it was an accident. അത് യാദൃശ്ചികമായി The സംഭവിച്ചു. second year also the famine came. രണ്ടാമത്തെ വർഷവും ക്ഷാമം വന്നു. He thought, why it's happening like that? He didn't understand. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? And the third year it came again. മൂന്നാമത്തെ വർഷം പിന്നെയും David വന്നപ്പോൾ understood there is something behind this. ദാവീദ് മനസ്സിലാക്കി ഇതിന്റെ പുറകിൽ എന്തോ ഉണ്ട്. So when there is 3 years of famine, year after year, year after year, then David went unto the Lord on the third year and he asked God, why is this famine? മൂന്നാമത്തെ വർഷവും തുടരെ ക്ഷാമം വന്നപ്പോഴാകുന്നു ദാവീദ് ദൈവത്തിന്റെ അടുക്കൽ പോയി ചോദിക്കുന്നത്, എന്തുകൊണ്ടാകുന്നു ഇത്? In so many of our lives, the problems are happening again and again and again. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടരെ One problem is സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. over, another problem. That problem is over, another problem. ഒരു പ്രശ്നം കഴിയുമ്പോൾ മറ്റൊന്ന്, അത് കഴിയുമ്പോൾ മറ്റൊന്ന്. Sickness after sickness after sickness in the house. രോഗങ്ങൾ മാറി പിന്നെയും രോഗങ്ങൾ ഭവനത്തിൽ. You know, is there any time you sat in the presence of the Lord and did you ask God, why is this happening? നിങ്ങൾ എപ്പോഴെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്ന് ചോദിച്ചിട്ടുണ്ടോ, ദൈവമേ എന്തുകൊണ്ട് പ്രകാരം? Lord, what do you want to tell to me through this problem? ഈ പ്രശ്നത്തിലൂടെ എന്നോട് അങ്ങ് പറയുവാൻ See, ആഗ്രഹിക്കുന്ന behind എന്താകുന്നു? every sickness, behind every problem, behind every pain which you go through, there is something which God is trying to speak to you. നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രശ്നത്തിന്റെയും രോഗത്തിന്റെയും വേദനയുടെയും പുറകിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുവാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്.
you have to listen to his voice. തന്റെ ശബ്ദത്തിന് നാം ചെവി കൊടുക്കണം. You are so busy with all other works, you don't have time to sit and listen. മറ്റുള്ള എല്ലാ പ്രവർത്തികളുമായി നിങ്ങൾ തിരക്കിലാകുന്നു. നിങ്ങൾ ഇരുന്ന് അവന്റെ ശബ്ദം കേൾക്കണം. I had two of my friends. എനിക്ക് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. Both of them are from other religion. മറ്റുള്ള മതങ്ങളിൽ നിന്നുമായിരുന്നു അവർ. So whenever I used to tell about Jesus, they will also tell about their gods. ഞാൻ എപ്പോഴെല്ലാം യേശുവിനെ കുറിച്ച് പറയുന്നുവോ അവർ അവരുടെ ദൈവത്തെ കുറിച്ചും പറയും. So I told them Jesus heals. യേശു സൗഖ്യമാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. And he said our God also heals. ഞങ്ങളുടെ ദൈവം സൗഖ്യമാക്കുന്നു. Then I said, Jesus delivers even demonic spirits. പിശാച് ബാധിതരെയും ദൈവം യേശു വിടുവിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. In our place also, in our place of worship also, these things happen. ഞങ്ങളുടെ ആരാധനയുടെ സ്ഥലത്തും അപ്രകാരം സംഭവിക്കാറുണ്ട്. So I said Jesus gives joy and rest. ദൈവം നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നു. I said Jesus gives joy and rest. ക്ഷമിക്കുക, യേശു സമാധാനവും സന്തോഷവും നൽകുന്നു. So they said നൽകുന്നു. that our God also will give joy and rest. ഞങ്ങളുടെ ദൈവവും സന്തോഷവും സമാധാനവും തരുന്നു. And I told them Jesus speaks with me. യേശു എന്നോട് സംസാരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. But they cannot able to say anything. അപ്പോൾ അവർക്കൊന്നും പറയുവാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? Because all the other religion people, they are speaking to their God. They never heard their God speaking to them. മറ്റുള്ള എല്ലാ മതങ്ങളിലും അവർ ദൈവത്തോട് സംസാരിക്കുന്നു, അവരുടെ ദൈവം അവരോട് സംസാരിക്കുന്നു അവർ കേട്ടിട്ടില്ല. But here is a God who speaks to us. എന്നാൽ ഇവിടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. This is how you have to go and preach the gospel. ഇപ്രകാരമാകുന്നു നാം മറ്റുള്ളവരോട് പോയി What സുവിശേഷം you should tell them, how you can tell about Jesus? എപ്രകാരമാകുന്നു മറ്റുള്ളവരോട് സുവിശേഷം See, അറിയിക്കുവാൻ you don't need to സാധിക്കുന്നത്? come after Jesus. നിങ്ങൾ യേശുവിന്റെ പുറകെ വരേണ്ട കാര്യമില്ല. Jesus is coming after you now. യേശു നിങ്ങളുടെ പുറകെ ആകുന്നു വരുന്നത്. Jesus only sent me to tell about him to you. യേശു എന്നെ അയച്ചത് യേശുവിനെ കുറിച്ച് നിങ്ങളോട് പറയുവാൻ You get to know മാത്രമാണ്, about him. അവനെ കുറിച്ച് അറിയുവാൻ. Jesus wants to give you another birth. യേശു നിങ്ങൾക്ക് ഒരു വീണ്ടും ജനനം നൽകുവാൻ He wants ആഗ്രഹിക്കുന്നു. to change your life. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ The ആഗ്രഹിക്കുന്നു. rebirth speaks about a change of life. വീണ്ടും ജനനം എന്നുള്ളത് ജീവിതത്തിന്റെ മാറ്റത്തെ ആകുന്നു Don't കാണിക്കുന്നത്. worry, your husband is a drunkard. നിങ്ങളുടെ ഭർത്താവ് ഒരു കുടിയനാകുന്നതിനെ Don't worry because your child is sick. നിങ്ങളുടെ കുഞ്ഞ് രോഗിയാകുന്നതിനെ കുറിച്ച് ദുഃഖിക്കേണ്ട. This Jesus can change things. ഈ യേശുവിന് കാര്യങ്ങളെ മാറ്റുവാൻ He can സാധിക്കും. give rebirth. അവൻ വീണ്ടും ജനനം നൽകുന്നു. Come to Jesus. യേശുവിന്റെ He's അടുക്കിലേക്ക് a വരിക. God who will speak with you. നിന്നോട് സംസാരിക്കുന്ന ദൈവമാകുന്നു യേശു. He is not a God who speaks to you when you are happy. He's a God who speaks to you in your dark times. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ മാത്രം നിങ്ങളോട് സംസാരിക്കുന്ന ദൈവമല്ല, നിങ്ങൾ ഇരുട്ടിലൂടെ കടന്നു പോകുമ്പോഴും സംസാരിക്കുന്ന ദൈവം. C.S. Lewis said this. C.S. ലൂയിസ് ഇപ്രകാരം പറയുകയുണ്ടായി, when you are happy, God whispers. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ ദൈവം മന്ത്രിക്കുന്നു. When you are in problem, he shouts in a megaphone. നിങ്ങൾ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം വളരെ So ശബ്ദത്തിൽ every problem is a chance for you to hear the voice of God. നമ്മുടെ ഓരോ പ്രശ്നവും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനുള്ള അവസരമാകുന്നു. Oh, God may help us to hear his voice every now and then. എപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. Let us praise God. അതിനായി സ്തോത്രം ചെയ്യാം. Praise the Lord. Praise the Lord, 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 praise the Lord. Even now 5 points is being preached in this message. ഇവിടെ 5 വിഷയങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നു. There will be 1 point through which God will be speaking with you. എന്നാൽ അതിൽ ഒരു വിഷയത്തിലൂടെ ആയിരിക്കാം ദൈവം നിങ്ങളോട് That is സംസാരിക്കുന്നത്. what God is trying to tell you. You have to hold on to that. അതാകുന്നു ദൈവം ചെയ്യുന്നത്. നിങ്ങൾ അത് മുറുകെ പിടിക്കണം. Glory be to God. ദൈവത്തിന് മഹത്വം. Now what is the fourth difference between all other rocks and our rock? എന്താകുന്നു മറ്റുള്ള എല്ലാ പാറകളും നമ്മുടെ പാറയും തമ്മിലുള്ള നാലാമത്തെ This വ്യത്യാസം? is something really beautiful. ഇത് വളരെ മനോഹരമായ Psalm ഒന്നാകുന്നു. 61 verse 2. സങ്കീർത്തനങ്ങൾ 61:2. Psalm 61 verse 2. സങ്കീർത്തനം 61:2. From the എന്റെ end of ഹൃദയം the ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. From the end of the earth will I cry unto thee. When my heart is overwhelmed, lead me to the rock that is higher than I. Now what is David saying? ഇവിടെ എന്താകുന്നു ദാവീദ് പറയുന്നത്? He's saying, I am a rock. ഞാനൊരു But പാറയാകുന്നു. there are times when I go through uncontrollable problems. ചിലപ്പോൾ എനിക്ക് നിയന്ത്രിക്കുവാൻ ആകാത്ത പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ At that time you take me to the rock which is higher than I. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് ആ സമയത്ത് എന്നെ The നടത്തണമേ. Psalm 61 is a psalm which David wrote during Absalom's revolt. അബ്ശാലോമിന്റെ
പ്രശ്നമുണ്ടാക്കിയ സമയത്ത് എഴുതിയ സങ്കീർത്തനമാകുന്നു ഇത്. And he is crying to God. ഇപ്പോൾ അവൻ ദൈവത്തോട് കരയുന്നു. You know, he's saying, God, you know how if your son is going against you. ദൈവമേ, എന്റെ മകൻ എപ്രകാരം എനിക്കെതിരെ നീങ്ങുന്നു എന്ന് അറിയുന്നു. God, my pain I cannot able to bear. ദൈവമേ, എന്റെ വേദന എനിക്ക് സഹിക്കുവാൻ I സാധിക്കുന്നില്ല. want to come to you. ദൈവമേ, എനിക്ക് അങ്ങയിലേക്ക് വരണം. എന്തുകൊണ്ട്? Because this is a rock which can feel our feelings. കാരണം ഈ പാറ നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്ന പാറയാകും. Hallelujah. Here is a God who can feel our feelings. ദൈവത്തിന് നമ്മുടെ ഈ പാറ നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കുവാൻ In സാധിക്കും. all our afflictions he was afflicted. നമ്മുടെ എല്ലാ കഷ്ടങ്ങളിലും അവനും കഷ്ടപ്പെട്ടു. Bible says that it grieved him in his heart. അവന്റെ ഹൃദയത്തിൽ ദുഃഖിച്ചു എന്ന് വേദപുസ്തകം There are പറയുന്നു. verses in the Bible which says that God was broken. ദൈവം തകർക്കപ്പെട്ടു എന്ന് പറയുന്ന വാക്യങ്ങൾ See, വേദപുസ്തകത്തിലുണ്ട്. all these things says that our God is a God of emotions. വികാരങ്ങളുള്ള ദൈവമാകുന്നു എന്നാകുന്നു ഇതെല്ലാം കുറിക്കുന്നത്. Tell me which is the smallest verse in the Bible? വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യം ഏതെന്ന് പറയുക. That is the biggest verse according to the gospel. എന്നാൽ സുവിശേഷം അനുസരിച്ച് അതാകുന്നു ഏറ്റവും വലിയ വചനം. Who wept? ആരാകുന്നു കരഞ്ഞത്? Who is he? ആരാകുന്നു യേശു? Huh? He is God. അവൻ ദൈവമാകുന്നു. God weeping. Can you understand that? ദൈവം കരയുന്നു. നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? How can God weep? എപ്രകാരം ദൈവത്തിന് കരയുവാൻ How സാധിക്കും? can God cry? എപ്രകാരം ദൈവത്തിന് കരയുവാൻ സാധിക്കും? Why did he cry? എന്തിനാകുന്നു അവൻ Why did കരഞ്ഞത്? he cry in John 11? എന്തിനാകുന്നു യോഹന്നാൻ 11 അവൻ Can കരഞ്ഞത്? anyone tell me why? ആർക്കെങ്കിലും പറയുമോ എന്തിനാ അവൻ കരഞ്ഞു? Huh? Read that. If you read the previous verse, അതിന് മുൻപുള്ള വാക്യം വായിക്കുന്നുവെങ്കിൽ you can see, all the Jews were also crying. എല്ലാ യഹൂദന്മാരും അവിടെ Read കരഞ്ഞുകൊണ്ടിരുന്നു. verse 33. 33 വാക്യം വായിക്കാം. When Jesus therefore saw her weeping, and the Jews also weeping, which came with her, he groaned in the spirit and was troubled. And Jesus wept. Why he wept? യേശു കണ്ണുനീർ വാർത്തു. എന്തുകൊണ്ട്? Because when he saw, Mary and Martha crying, അവിടെ മാർത്തയും മറിയയും കരയുന്നത് when കണ്ട്, he saw the Jews weeping, അവിടെ യഹൂദന്മാർ കരയുന്നത് കണ്ടു. Jesus started to weep. യേശുവും കണ്ണുനീർ Now, വാർക്കും. tell me why Jesus has to weep. He is going to raise him up. എന്തുകൊണ്ട് യേശു കരയണം? അവൻ ലാസറിനെ ഉയർപ്പിക്കുവാൻ He പോകുകയാകുന്നു. knows that he is going to do that. താൻ അപ്രകാരം ചെയ്യുവാൻ പോകുന്നവൻ But why did he അറിഞ്ഞിരുന്നു. wept? എന്തുകൊണ്ട് അവൻ കരഞ്ഞു? Huh? To make everyone understand, I am also there with you. I am also like you. ഞാനും നിങ്ങളെ പോലെയാകുന്നു, ഞാനും നിങ്ങളോട് കൂടെയുണ്ടെന്ന് മറ്റുള്ളവരെ See, മനസ്സിലാക്കുവാൻ. no other gods in this world. You can go and read any holy books. You can never see God weeping. നിങ്ങൾക്ക് ഇവിടെയുള്ള ഏത് വിശുദ്ധ ഗ്രന്ഥവും എടുത്ത് വായിക്കാം, മറ്റൊരു ദൈവവും കരയുന്നതായി നിങ്ങൾക്ക് കാണുവാൻ That's the സാധ്യമല്ല. reason I love my Jesus. അതുകൊണ്ടാകുന്നു ഞാൻ എന്റെ യേശുവിനെ Because സ്നേഹിക്കുന്നത്. he wept. കാരണം അവൻ കരഞ്ഞു. He wept for me. അവൻ എനിക്ക് വേണ്ടി He കരഞ്ഞു. wept when he looked at my sinful life. എന്റെ പാപം പങ്കിലമായ ജീവിതം കണ്ടവൻ കരഞ്ഞു. Oh, that's how beautiful is this gospel. അത് അത്ര മനോഹരമാകുന്നു ഈ സുവിശേഷം. This God can understand everything which you are going through. നിങ്ങൾ കടന്നുപോകുന്ന എല്ലാം നമ്മുടെ ദൈവത്തിന് മനസ്സിലാകും. If you turn with me to Psalms, സങ്കീർത്തനങ്ങളിലേക്ക് തിരിയുന്നുവെങ്കിൽ that's a beautiful verse in Psalms 147. 147 സങ്കീർത്തനത്തിൽ വളരെ മനോഹരമായ ഒരു In വാക്യം. verse 5, 5 വാക്യം. it says, His understanding is infinite. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. His understanding is infinite. അവന്റെ വിവേകത്തിന് അന്തമില്ല. Which means God can understand everything which you are going through right now. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് എന്തും ദൈവത്തിന് മനസ്സിലാകും. Amen. ആമേൻ. The brother who is standing in front of, he cannot able to understand. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ സഹോദരൻ അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. Your own family members cannot understand. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അത് മനസ്സിലാകണമെന്നില്ല. Your own friends, your own people cannot understand you. നിങ്ങളുടെ സ്വന്തം ജനത്തിന്, നിങ്ങളുടെ സുഹൃത്തിന് അത് മനസ്സിലാകണമെന്നില്ല. There is a God who can understand. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. Was reading this story. ഞാൻ ഈ കഥ വായിക്കുകയായിരുന്നു. There was an ad in the newspaper, puppies for sale. ന്യൂസ് പേപ്പറിൽ പ്രകാരം ഒരു പരസ്യമുണ്ടായിരുന്നു, പട്ടിക്കുട്ടികൾ വിൽപ്പനയ്ക്ക്. So here is a small boy who really wanted to have puppy. He took all his coin box,
and he went to that house. ഒരു ആൺകുട്ടിക്ക് ഇപ്രകാരം ഒരു പട്ടിക്കുട്ടിയെ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തന്റെ ഭണ്ഡാരം എടുത്തുകൊണ്ട് താൻ അവിടേക്ക് പോയി. So he gave all the money. The money was insufficient. താൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം കൊടുത്തു. എന്നാൽ അത് മതിയാവുകയുണ്ടായിരുന്നില്ല. The man thought, okay, he has come, he has to give him a puppy. എന്നാൽ ആ മനുഷ്യൻ ഇപ്രകാരം വിചാരിച്ചു, താൻ ആഗ്രഹത്തോടെ വന്നതല്ല, അവന് കൊടുത്തേക്കാം. Dolly, come out. ഡോളി പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞു. So Dolly came out with 6 little furs behind her. ഡോളി പുറത്തേക്ക് വന്നത് 6 കുഞ്ഞുങ്ങളുമായിരുന്നു. So that boy was looking at Dolly and all the little puppies. ആ ഡോളിയെയും ആ എല്ലാ പട്ടിക്കുട്ടികളെയും ആ ബാലൻ നോക്കിക്കൊണ്ടിരുന്നു. But suddenly he saw another movement behind the screen. എന്നാൽ അതിന്റെ അവിടെ പുറകിൽ അവൻ മറ്റൊരു ചലനം കണ്ടു. One puppy was trying to come. It was crippled. It cannot walk properly. It was limping and coming after the mummy. എന്നാൽ അവിടെ നടക്കുവാൻ സാധ്യമല്ലാത്ത മുടന്തനായ ഒരു നായക്കുട്ടിയും ഉണ്ടായിരുന്നു. അതും മാതാവിന്റെ പുറകെ വരുന്നു. So this boy said that I want that puppy. എനിക്ക് ആ പട്ടിക്കുട്ടിയെ മതി എന്ന് പറഞ്ഞു. This man said, no, don't take that puppy. This puppy cannot run with you. ആ നായക്കുട്ടിയെ എടുക്കണ്ട. ആ നായക്കുട്ടിക്ക് നിങ്ങളോട് കൂടെ ഓടുവാൻ This puppy cannot play with you. ആ പട്ടിക്കുട്ടിക്ക് നിങ്ങളോട് കൂടെ കളിക്കുവാൻ സാധിക്കും. You take any of the other puppies. മറ്റുള്ള ഏത് നായക്കുട്ടിയെ വേണം? No, I want that puppy only. ആ നായക്കുട്ടിയെ മാത്രം എനിക്ക് മതി. Please understand, what are you going to do with the crippled puppy? ആ മുടന്തനായ നായക്കുട്ടിയെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു? This boy bowed down and he lifted up his trousers. താൻ കുനിഞ്ഞ് തന്റെ he was not having legs, he was having braces there. തനിക്ക് കാലുകൾ ഉണ്ടായിരുന്നില്ല, അവിടെ വെപ്പുകാലായിരുന്നു He ഉണ്ടായിരുന്നത്. looked at the man, he said, I think I can know him better and he can know me better. ബാലന് പ്രകാരം പറയുകയുണ്ടായി, ആ നായക്കുട്ടിക്ക് എന്നെ മനസ്സിലാകും, ആ നായക്കുട്ടി എനിക്ക് This മനസ്സിലാകും. is the same thing with our God. ഇതാകുന്നു നമ്മുടെ ദൈവത്തിന്റെയും അവസ്ഥ. If you read in Hebrews 4:15, എബ്രായർ 4:15 it says that he went through everything like what we went through. നാം കടന്നു പോകുന്ന എല്ലാറ്റിലും അവൻ നമ്മോടുകൂടെ. He went through the pain, he went through the temptations, he went through everything which you and I could have ever gone through. നാം കടന്നു പോകുന്ന എല്ലാ പ്രലോഭനങ്ങളിലൂടെയും എല്ലാറ്റിലൂടെയും അവനും കടന്നുപോയി എന്ന് പറഞ്ഞു. In the Old Testament, the high priest is someone who is not like that. പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ അപ്രകാരമല്ല. No, he is someone who will be always in the tabernacle, very good place to live and very good people to take care of him. There is no discomfort for the high priest. മഹാപുരോഹിതന് ഒരു തരത്തിലുള്ള വിഷമതകളുമില്ല. എപ്പോഴും അവന് താമസിക്കുവാൻ നല്ല സ്ഥലം, എപ്പോഴും അവനെ പരിചരിക്കുവാൻ ആളുകൾ. And here the author of the Hebrews is writing, we have not a high priest like the Old Testament. ഇവിടെ എബ്രായ ലേഖകൻ ഇപ്രകാരം പറയുന്നു, നമുക്ക് പഴയ നിയമത്തിലുള്ള മഹാപുരോഹിതനെ പോലെ അല്ല നമ്മുടെ. Because in the Old Testament high priest, they cannot be touched with our feelings. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നവനായിരുന്നില്ല They don't മഹാപുരോഹിതൻ. understand when you bring a sacrifice and when you say that I have sinned, he will look at you and say, okay, you committed sinner. ഒരു യാഗമൃഗവുമായി കടന്നു വരുമ്പോൾ നീ ഒരു പാപിയാകുന്നു, ഇപ്രകാരമാകുന്നു മഹാപുരോഹിതൻ പറയുന്നത്. But here it's not like that. എന്നാൽ ഇവിടെ അപ്രകാരമല്ല. But we have a high priest who was tempted in all the situation like we are. നാം പാപത്തിലൊഴികെ മറ്റെല്ലാം നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാകുന്നു ദൈവം, Yet without sin. എന്നാലും പാപം കൂടാതെ. Are you going through sinful temptations? നിങ്ങൾ പാപപങ്കിലമായ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്നുവോ? നിങ്ങൾ ജഡമോഹത്തിലൂടെ കടന്നു Are you പോകുന്നുവോ? going through trials which cannot be said to others or your parents? മറ്റുള്ളവരോടോ മാതാപിതാക്കളോടോ പറയുവാൻ സാധിക്കാത്ത കഷ്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുവോ? Here is a God who says, I can know you better because I have gone through the way you are going through. ഇവിടെ ഒരു ദൈവം പറയുന്നു, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കും, കാരണം ഇതിൽ എല്ലാറ്റിലൂടെയും ഞാൻ കടന്നുപോയി. Oh, for a God who is having feelings and who can understand all the paths which we are going through, let us praise God. നാം കടന്നു പോകുന്ന എല്ലാ വഴികളും മനസ്സിലാക്കുന്ന വികാരങ്ങൾ ഉള്ള ഒരു ദൈവം നമുക്കുള്ളതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. And the last and the final thing. അവസാനത്തെയും All these 4 points we look at, we see the love of God. ഈ 4 കാര്യങ്ങളും ദൈവത്തിന്റെ സ്നേഹമാകുന്നു നാം If I don't tell the 5th point, the meeting is not over. ഈ 5ാമത്തെ വിഷയം പറഞ്ഞാൽ കൂട്ടം അവസാനിക്കുന്നില്ല. What is that? എന്താകുന്നു അത്? Deuteronomy chapter 32. ആവർത്തനം 32. Let's read verse 30. 30ാം വാക്യം വായിക്കാം. It says that, how should one chase 1,000 and two put 10,000 to flight? ഒരുവൻ 1000 പേരെ പിന്തുടരുന്നതും 10,000 പേരെ ഓടിക്കുന്നതും എങ്ങനെ? Except their rock has sold them.
അവരുടെ പാറ അവരെ വിറ്റുകളഞ്ഞിട്ടല്ലാതെ. Now, what is the meaning of that? എന്താകുന്നു അതിന്റെ അർത്ഥം? This rock will sell you. ഈ പാറ നിങ്ങളെ He will വിറ്റുകളയും. sell you to whom? ആർക്കാകുന്നു വിറ്റുകളയുന്നത്? He will sell you to the enemies. അത് ശത്രുവിനാകുന്നു Now, why വിറ്റുകളയുന്നത്. did he do that? എന്തുകൊണ്ടാകുന്നു അവൻ There ചെയ്യുന്നത്? are two reasons. രണ്ട് കാര്യങ്ങളുണ്ട്. If you read in verse 15, 15 വാക്യം വായിക്കുന്നുവെങ്കിൽ, they lightly esteemed the rock of his salvation. അവർ അവരുടെ രക്ഷയുടെ പാറയെ നിരസിച്ചു, And they kicked it. അവർ അവനെ ത്യജിച്ചു. And in verse 18, 18 വാക്യത്തിൽ, they forgot the Lord who beget them. നിന്നെ ഉൽപ്പാദിപ്പിച്ച ദൈവത്തെ മറന്നു കളഞ്ഞു. They were unmindful of him. അവനെ അവർ ഓർത്തില്ല. You see, dear child of God, if you are going to forget God, if you are not going to be mindful of him, I tell you, there is a time which is coming where he is going to sell us into the hand of the enemies. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ഓർക്കുന്നില്ല, അവനെ വിസ്മരിക്കുന്നുവെങ്കിൽ ഒരു സമയം കടന്നു വരും, അവൻ നിങ്ങളെ വിറ്റുകളയും. If you read in 1 Samuel 12 verse 9, 1 ശമൂവേൽ 12:9 നിങ്ങൾ the same വായിക്കുന്നുവെങ്കിൽ, thing God did to the Israelites. അതാകുന്നു ഇസ്രായേൽ മക്കളോട് ദൈവം ചെയ്തത്. Because the Israelites forgot God, കാരണം ഇസ്രായേൽ മക്കൾ ദൈവത്തെ മറന്നു he കളഞ്ഞപ്പോൾ sold them into the hand of the enemy. അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. Now, is God like all other people that because, you know, if he doesn't like, he will give us like that? അപ്പോൾ ദൈവം മറ്റുള്ളവരെ പോലെ ആകുന്നു, അവൻ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ മറ്റുള്ളവർക്ക് വിറ്റുകളയുന്നുവോ? Is God our enemy? ദൈവം നമ്മുടെ ശത്രുവാകുന്നുവോ? If you read in Lamentation 2:5, the verse is so beautiful. വിലാപങ്ങൾ 2:5 വായിക്കുന്നുവെങ്കിൽ ആ വാക്യങ്ങൾ In വളരെ English, it is മനോഹരമാണ്. beautiful. അത് ഇംഗ്ലീഷ് പരിഭാഷയിൽ അത് വളരെ See മനോഹരമാണ്. the first sentence. അതിന്റെ ഒന്നാം വാക്യം The Lord നോക്കുക. was, which is the important word there? ഇവിടുത്തെ പ്രധാനപ്പെട്ട വാക്ക് എന്താകുന്നു? As. He is as an enemy. He is not the enemy. അവനൊരു ശത്രുവിനെ പോലെ, അവൻ ശത്രുവല്ല, ശത്രുവിനെ Why he പോലെ. becomes as your enemy? എന്തുകൊണ്ടാകുന്നു അവൻ ശത്രുവിനെ പോലെ ആയത്? So that he can make you as his friend. കാരണം അവൻ നിന്നെ നിങ്ങളുടെ Because സുഹൃത്താക്കാൻ when you are ആഗ്രഹിക്കുന്നു. forgetting God, if God is keep on blessing you, you are not going to come back to God. ദൈവത്തെ മറന്നു കളയുമ്പോഴും അവൻ നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുവാൻ പോകുന്നില്ല. I will tell you one more verse before I finish it. എന്റെ അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഒരു വാക്യം കൂടി ഞാൻ പറഞ്ഞിട്ട് If you അവസാനിപ്പിക്കാം. read in Psalm 106, 106 സങ്കീർത്തനം വായിക്കുമ്പോൾ go to your house and read 41 to 45. 41 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ Now let's വായിക്കുക. read 43 and 44, please. 43 44 വായിക്കാം. Many times did he deliver them, but Many times did he deliver them. പലപ്പോഴും അവരെ വിടുവിച്ചു. but they provoked him with their counsel. But they provoked them again and again and they did mistake. എന്നാൽ അവർ പിന്നെയും തെറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. And were brought low for their iniquity. The next verse. Nevertheless, he regarded their affliction when he heard their cry. See, so many times they did that and God led them into problems, but when they cried, he remembered them. പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ മൂലം അവർ കഷ്ടത അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അവർ നിലവിളിച്ചപ്പോൾ അവർ അവനെ If you read this verse, you will understand. Psalm 78. ഈ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സങ്കീർത്തനം 78 34 വാക്യം. When he slew them, then they sought him. Now who slew them? ആരാകുന്നു അവരെ കൊന്നത്? God. ദൈവമാകുന്നു. God slew them. Yes. ദൈവം അവരെ കൊന്നു. And they returned and inquired early Then after they God. sought him and then they returned and inquired early after God. അവർ അവനെ അന്വേഷിക്കും, അവർ തിരിഞ്ഞ് ജാഗ്രതയോട് ദൈവത്തെ Now തിരയും. because of that, what happened? അതുകൊണ്ട് എന്താകുന്നു Now read the next സംഭവിക്കുന്നത്? verse. അടുത്ത വാക്യം വായിക്കാം. And they remembered that God was their rock. And then they remembered God was their rock. ദൈവം തങ്ങളുടെ പാറ എന്നവൻ ഓർക്കും. And the high God their redeemer. അവരുടെ വീണ്ടെടുപ്പുകാരൻ എന്നും Let അവർ us all ഓർക്കും. close our eyes. നമുക്ക് എല്ലാവർക്കും നമ്മുടെ You know കണ്ണുകൾ why അടയ്ക്കാം. God sells you? എന്തുകൊണ്ടാകുന്നു ദൈവം നിങ്ങളെ So വിറ്റുകളയുന്നത്? that he can get you back again for himself. കാരണം അവൻ പിന്നെയും നിങ്ങളെ അവന് വേണ്ടി വീണ്ടെടുക്കുവാൻ. Oh, you might be in a situation where you are feeling God has sold you into the hand of enemy. നിങ്ങളുടെ ശത്രുവിന്റെ കയ്യിലേക്ക് നിങ്ങളെ വിറ്റുകളഞ്ഞു എന്ന് നിങ്ങൾക്ക് When you look തോന്നിയേക്കാം. at the problems in your family, you might feel like God has sold you into this problem. നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ദൈവം നിങ്ങളെ Oh, വിറ്റുകളഞ്ഞു. he is not your enemy. ദൈവം നിങ്ങളുടെ He is ശത്രുവല്ല, just as an enemy. അവനൊരു ശത്രുവിനെ പോലെ. Let us all close our eyes. എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ Let us all അടയ്ക്കാം. pray to God. നമുക്ക് എല്ലാവർക്കും ദൈവത്തോട് Oh, here പ്രാർത്ഥിക്കാം. is a God who loves you. ഇവിടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, Even he sells you out of love so that you will come back to him. സ്നേഹം കൊണ്ട് അവൻ നിങ്ങളെ വിറ്റുകളയുന്നു, അതിനാൽ നിങ്ങൾ അവനിലേക്ക് തിരിച്ചു വരും. Oh, their rock is
is not like our rock. അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല. Even our enemies know that. നമ്മുടെ ശത്രുക്കൾ പോലും But do you അതറിയുന്നു. know who is your rock? എന്നാൽ നിങ്ങൾ അറിയുന്നു നിങ്ങളുടെ Do you പാറ know who is ആരാകുന്നു? your God? നിങ്ങളുടെ ദൈവം ആരാകുന്നു? Do you know who is your Jesus? നിങ്ങളുടെ യേശു ആരാകുന്നു? നിങ്ങൾ Oh, let അറിയുന്നുവോ? us all close our eyes. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകൾ Lord, അടയ്ക്കാം. please help me, O God. ദൈവമേ എന്നെ സഹായിക്കണം. Even through this meeting, you are coming after ഈ me. കൂട്ടത്തിലൂടെ എന്റെ പുറകെ അങ്ങ് വരുന്നു. Lord, let me turn back to you. ദൈവമേ അങ്ങിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കട്ടെ. Lord, let me be born again. ദൈവമേ ഞാൻ വീണ്ടും ജനിക്കട്ടെ. Let me hear your voice. ദൈവമേ അങ്ങയുടെ ശബ്ദം ഞാൻ കേൾക്കട്ടെ. Let me feel you in my time of affliction. എന്റെ കഷ്ടതകളുടെ സമയത്ത് ഞങ്ങെ അനുഭവിക്കട്ടെ. Lord, let me call upon you when I feel like I've been sold, O God. ഞാൻ വിറ്റുകളഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് അങ്ങയെ വിളിച്ചപേക്ഷിക്കട്ടെ. Lord, please help me. ദൈവമേ എന്നെ സഹായിക്കണം. Shall we all close our eyes? നമുക്ക് എല്ലാവർക്കും നമ്മുടെ Shall we കണ്ണുകൾ all be on our knees for a minute? നമുക്ക് ഒരു നിമിഷം Lord, please help me. ദൈവമേ എന്നെ സഹായിക്കണം. How wonderful you are than all other gods of this world. ഈ ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളെക്കാളും അങ്ങെത്ര മനോഹരനാകുന്നു. So many young people are feeling they're sick because they are born in a Christian ഒരു family. ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതിനാൽ നമ്മുടെ പല കുഞ്ഞുങ്ങൾക്ക് അവർക്ക് They are not happy about it അവർ അതിനെക്കുറിച്ച് സന്തോഷവാനല്ല. because they don't know who is this Jesus. കാരണം ആ യേശു Oh, ആരാണെന്ന് how അറിയുന്നില്ല. Jesus is wonderful than all other gods of this ഈ world. ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളെക്കാളും എത്ര Lord, അതിശയകരമാണ് thank you for making me born in this family. ദൈവമേ ഈ കുടുംബത്തിൽ ഞാൻ ജനിച്ചതിന് നന്ദി. Thank you for making me come into this church. ഈ സഭയിലേക്ക് ഞാൻ കടന്നു വന്നതിന് നന്ദി. Thank you for this spoken word. ഈ സംസാരിച്ച Shall we all open our mouth? Open our mouth to God. എല്ലാവർക്കും നമ്മുടെ വായ തുറക്കാം. Hallelujah, 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 hallelujah. Amen. Amen. Hallelujah. We praise you, Lord. We praise you, Lord. For their rock is not like our rock. അവരുടെ പാറ നമ്മുടെ പാറ പോലെയല്ല. Giving all the glory, honor, and praise to the Father, Son, and the